ഹായ് എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് കെമിസ്ട്രിയിലെ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നു. അപ്പം ഇനി കെമിസ്ട്രിയിലെ 2 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നാളെ നല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ബയോളജിയിലെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്. 29ാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സിമ്പിളായിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ്? ഗ്രേപ്പ് സ്പിരിറ്റ്. എ മെഥനോൾ, ബി ബ്യൂട്ടനോൾ, സി എഥനോൾ, ഡി പ്രൊപ്പനോൾ. ഏതാണ്? എഥനോളാണ് ശരിയായ ഉത്തരം. ഗ്രേപ്പ് സ്പിരിറ്റ് ഏതാണ്? എഥനോൾ ആണ്. നമുക്കതിൻ്റെ കൂടുതൽ പോയിന്റ്സിലേക്ക് പോവാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇതിരിപ്പുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. എഥനോള്. അപ്പം ഓൾ എന്ന് പറയുമ്പം ആൽക്കഹോൾ അല്ലേ? എഥനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്. അപ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള കാർബണിക സംയുക്തങ്ങളെയാണ് നമ്മൾ ആൽക്കഹോളുകൾ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതായിരിക്കും? OH ആയിരിക്കും. അപ്പോൾ വുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വുഡ് സ്പിരിറ്റ്, നമ്മളെ ക്വസ്റ്റ്യൻ ഗ്രേപ്പ് സ്പിരിറ്റ് ആയിരുന്നു. ഇവിടെ എൻ്റെ ചോദ്യം വുഡ് സ്പിരിറ്റ് ആണ്. അപ്പം അത് മെത്തനോളാണ് വരിക. മെത്തനോൾ. വുഡ് സ്പിരിറ്റ് ഏതാണ്? മെത്തനോളാണ്. അപ്പം മെത്ത എന്നൊക്കെ പറഞ്ഞാൽ കിടക്കയല്ലേ? എന്തിൻ്റെ കിടക്ക എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയില്ലേ വുഡിൻ്റെ കട്ടിലിനാണ് പറയുക. പക്ഷെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വുഡിൻ്റെ മെത്ത എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ വുഡ് സ്പിരിറ്റ്, വുഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മെത്തനോൾ ആണോ എത്തനോൾ ആണോ എന്ന് കൺഫ്യൂഷൻ വേണ്ട. മെത്തനോളാണ് ഇത്. വുഡ് സ്പിരിറ്റ് മെത്താന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് മെത്തനോള് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പം മെത്തനോള് നിർമ്മിക്കുന്നതിൽ ആരൊക്കെയാണ് ഉള്ളത്? കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൽപ്രേരകത്തിൻ്റെ സഹായത്തോടു കൂടിയും നമ്മൾ ആരുമായിട്ട് പ്രവർത്തിപ്പിക്കുന്നു? ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ആരെ ഉണ്ടാക്കുന്നത്? മെത്തനോളിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, മെത്തനോൾ മക്കളെ ഒരു വിഷവസ്തുവാണ്. മെത്തനോൾ എന്താണ്? ഒരു വിഷവസ്തു ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്. പെയിൻറ് നിർമ്മാണത്തിലെ ലായകമായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണെന്ന് ചോദിച്ചാൽ മെത്തനോളാണ്. അപ്പം മെത്തനോൾ നമുക്ക് വലിയ ആവശ്യമുള്ള സാധനമൊന്നും അല്ലേ? പെയിൻറ് നിർമ്മാണത്തിലെ ലായകമായിട്ട് ഉപയോഗിക്കുന്നു. ആര്? മെത്തനോള്. മെത്തനോൾ ഒരു വിഷവസ്തുവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞേ വുഡ് സ്പിരിറ്റ് ആണെന്ന് പറഞ്ഞു, വിഷവസ്തു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെയിൻറ്റിലത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മെത്തനോൾ ആൻസർ ചെയ്യുക. പെയിൻറ് നിർമ്മാണത്തിലെ ലായകം. ഓക്കെ, അതേപോലെ വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിലെ അഭികാരകമായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സംയുക്തം ഏതാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മെത്തനോൾ ആണ്. അപ്പം വാർണിഷ്, ഫോർമാലിൻ ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ അഭികാരകമായിട്ട് ആര് ഉപയോഗിക്കുന്നുണ്ട്? ഈ വിഷവസ്തു എന്ന് നമ്മൾ പറഞ്ഞ മെത്തനോളിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ് നിർമ്മാണത്തിൽ ലായകമായിട്ട് വാർണിഷ്, ഫോർമാലിനിലും ആരുപയോഗിക്കുന്നുണ്ട്? മെത്തനോളിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സംയുക്തമാണ് നമ്മുടെ എഥനോൾ, അഥവാ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന ഗ്രേപ്പ് സ്പിരിറ്റ്. അപ്പോൾ വുഡ് സ്പിരിറ്റ്, വുഡ് മെത്ത കണക്ട് ചെയ്തു. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യും? പ്രിസർവേറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു പോയിൻ്റാണ്. പ്രിസർവേറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ മുന്തിരി അല്ലേ? മുന്തിരീൻ്റെ ജ്യൂസാണെന്ന് വിചാരിക്കുക കേട്ടോ ഇപ്പോൾ തൽക്കാലം. അപ്പോൾ മുന്തിരി ജ്യൂസ് ഒരു ഫുഡ് ഐറ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവും അതുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഥനോളാണ്. എന്തായാലും മെഥനോൾ ആയിരിക്കില്ല. മെഥനോൾ നമുക്ക് വേണ്ടാത്ത സാധനം, അത് പോട്ടെ. എഥനോളിന് നമ്മളിനി പഠിക്കാൻ പോവാണ്. എഥനോൾ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ ഗ്രേപ്പ് സ്പിരിറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ജ്യൂസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ ഇതിലേതാ മുന്തിരി, ഏതാ പൈനാപ്പിൾ, അങ്ങനെ ഏതാന്നല്ലേ നമ്മൾ ചോദിക്കുക. അപ്പം ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് കാണുമ്പം മുന്തിരി ജ്യൂസ് എന്നോർക്കുക. അപ്പം മുന്തിരി, ഗ്രേപ്പ് ഏതാന്ന് ചോദിച്ചപ്പം എഥനോൾ എന്ന് നമ്മൾ കണക്ട് ചെയ്തു. അപ്പം ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്
ഇത് എഥനോളാണ്. കണക്ഷന് വേണ്ടി പറയുക കേട്ടോ. ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. അപ്പം മുന്തിരി ജ്യൂസ് അല്ലേ, ജ്യൂസിനകത്ത് പഞ്ചസാരയൊക്കെ വേണമല്ലോ. അപ്പോൾ പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ നമ്മൾ ശേഖരിച്ച ശേഷം അവിടെ എന്തവശേഷിക്കുന്നുണ്ട്? പഞ്ചസാര അടങ്ങിയിട്ടുള്ളൊരു മാതൃദ്രാവകമുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? മൊളാസസ് എന്ന് പറയും. അതാണ് നമുക്കിവിടെ വേണ്ടത്. ഈ മൊളാസസിനെ നമ്മൾ നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് ആരെ നിർമ്മിക്കുന്നത്? എഥനോളിനെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഗ്രേപ്പ് സ്പിരിറ്റ്, ഇതിലേതാ ഗ്രേപ്പ് എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ എഥനോൾ എന്ന് കിട്ടി. എഥനോള് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് അതുമായി കണക്ട് ചെയ്യാം. പിന്നെ ഗ്രേപ്പ് സ്പിരിറ്റിൽ പഞ്ചസാരയുണ്ട്, അതായത് നമ്മൾ കണക്ഷനിൽ പറഞ്ഞാണ് ജ്യൂസിൽ പഞ്ചസാര ഇടണം. അപ്പോൾ പഞ്ചസാരയുടെ അകത്തു നിന്നാണ് ഈ എഥനോൾ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കുക. എങ്ങനെയാണ്? പഞ്ചസാര നിർമ്മാണത്തിൽ പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം നമുക്ക് അവിടെ അവശേഷിക്കുന്ന സാധനമാണ് മൊളാസസ് എന്ന് പറയുന്നത്. ഇതിനെ നേർപ്പിച്ച ശേഷം എന്ത് ചെയ്യുന്നു? ഈസ്റ്റ് ചേർത്തിട്ട് ഫെർമെൻറ്റേഷൻ നടത്തുന്നു. അങ്ങനെയാണ് നമ്മൾ ആരെ നിർമ്മിക്കുന്നത്? എഥനോളിനെ നിർമ്മിക്കുന്നത്. ഇന്ധനം, മരുന്നുകൾ, ബീവറേജ്, ഓർഗാനിക് സംയുക്തങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആരുപയോഗിക്കുന്നുണ്ട്? എഥനോളിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനുപയോഗിക്കുന്ന ഓർഗാനിക് സംയുക്തമാണ് ആര്? എഥനോള്. അപ്പോൾ ഏതൊക്കെയാ? ഇന്ധനം, മരുന്നുകൾ, ബീവറേജ്, ഓർഗാനിക് സംയുക്തങ്ങൾ, ഇവയുടെയൊക്കെ നിർമ്മാണത്തിന്. അപ്പം നേരത്തെ നമ്മൾ മെഥനോൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? മറന്നു പോകരുത്. പെയിൻറ് നിർമ്മാണം, വാർണിഷ്, ഫോർമാലിൻ, നമുക്ക് വലിയ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടതാണ്. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് എഥനോൾ. എഥനോൾ എന്തൊക്കെ? മരുന്ന്, ബീവറേജ്, പിന്നെ ഓർഗാനിക് സംയുക്തങ്ങൾ, പിന്നെ ഇന്ധനം കൂടി ആ കാറ്റഗറിയിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ വുഡ് സ്പിരിറ്റ് അല്ല, ഈ ഗ്രേപ്പ് സ്പിരിറ്റാന്ന് പറഞ്ഞു, പിന്നെ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു. അത് നമ്മൾ കണക്ട് ചെയ്തു, പഞ്ചസാരയായിട്ട് കണക്ട് ചെയ്തു. അതേപോലെ എന്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും പറഞ്ഞു. വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ആൽക്കഹോളാണ് എഥനോൾ. ഓക്കെ. ഇനി രണ്ട് കൺഫ്യൂഷൻ വരുന്ന സാധനമാണ് മെഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോമിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡാണ്. അപ്പോൾ ഇത് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു സാധനമാണ് എഥനോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഏത് ആസിഡാണെന്ന് ചോദിക്കാറുണ്ട്. മെഥനോയിക് ആണോ എഥനോയിക് ആണോ? അപ്പം അസറ്റിക് ആസിഡ് എഥനോയിക് ആണ്. എന്നാൽ മെഥനോയിക് ആസിഡ് ഫോമിക് ആസിഡാണ്. അപ്പം മെത്താന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മെഥനോയിക് ആസിഡിനെ. അപ്പോൾ ഫോം എന്നൊക്കെ പറഞ്ഞാൽ പതാന്നൊക്കെ അല്ലേ അർത്ഥം? നല്ല പതുപതുത്ത മെത്താന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. മെഥനോയിക് ഏതാണ്? ഫോമിക് ആസിഡ് ആണ്. ഓക്കെ. എഥനോയിക് അസറ്റിക് ആസിഡാണ്. ഇനി നമുക്ക് കുറച്ച് ആൽക്കഹോളുമായി ബന്ധപ്പെട്ട വേറെ 3 പോയിന്റുകൾ എഥനോളുമായി ബന്ധപ്പെട്ടത് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഡീനാച്ചേർഡ് സ്പിരിറ്റ്. മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വ്യാവസായിക ആവശ്യത്തിനുള്ള എഥനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കുന്നു. ഈ ഉൽപ്പന്നമാണ് ഡീനാച്ചേർഡ് സ്പിരിറ്റ്. അപ്പം എന്താണ് ഡീനാച്ചേർഡ് സ്പിരിറ്റ്? നമുക്കറിയാം എഥനോൾ വലിയ പ്രശ്നമില്ലാത്ത ആണല്ലോ. മെഥനോളാണ് വിഷവസ്തുവൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പം ഈ എഥനോളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിഷപദാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടല്ലോ. അതിനെ നമ്മൾ നാച്ചുറൽ അല്ലാതാക്കി മാറ്റി ഡീനാച്ചുർ ചെയ്തു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം എഥനോൾ നമുക്കറിയാം വ്യാവസായികമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമാണ് നമ്മൾ എഥനോൾ. അപ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മദ്യപാനത്തിനൊക്കെ നമുക്കറിയാം ബീവറേജിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിന് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? വിഷപദാർത്ഥങ്ങൾ ആഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഡീനാച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. അടുത്തത് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, അബ്സല്യൂട്ടാണത്. അതിനർത്ഥം 99% എന്താണ്? ശുദ്ധമായ എഥനോൾ. അപ്പോൾ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള എഥനോളാണ്. ഡീനാച്ചേർഡ് എന്ന് പറഞ്ഞാൽ ശുദ്ധമല്ല, അതിൽ കുറച്ച് വിഷപദാർത്ഥങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട്. ഇനി പവർ ആൽക്കഹോൾ. അപ്പോൾ അതിനകത്ത് എന്താ ചേർത്തത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്യുവർ ആണ് അല്ലേ? അതിലേക്ക് പെട്രോൾ ചേർക്കുന്നു. പെട്രോളും കൂടി ചേർന്നാൽ അതിനെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇത് വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. പെട്രോൾ ഇല്ലാത്ത വണ്ടിക്ക് എന്തെങ്കിലും പവർ ഉണ്ടാവോ? ഇല്ല. അപ്പോൾ പെട്രോൾ വന്നാൽ പവറായി. അപ്പം നമ്മൾ ശുദ്ധമായിട്ടുള്ള എഥനോളാണ് ഇത്
അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? നല്ല പവറായിട്ടുള്ള നമ്മളെ പെട്രോളും കൂടി ആഡ് ചെയ്തപ്പോൾ പവർ ആൽക്കഹോളായി മാറി. അപ്പം ഡീനാച്ചുവേർഡ്, അബ്സല്യൂട്ട്, പവർ ആൽക്കഹോൾ, ഇത് മൂന്നിനി മാറിപ്പോവില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മൾ മെഥനോളും എഥനോളും ആണ് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മെഥനോയിക് ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ്. വുഡ് സ്പിരിറ്റ് ഏതാണ്? മെഥനോളാണ്. ഗ്രേപ്പ് സ്പിരിറ്റ് ഏതാണ്? എഥനോളാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. അടുത്ത ചോദ്യത, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? സ്ഥിരകാന്തങ്ങൾ. ഓക്കെ, ഇത് നമുക്ക് ഫിസിക്സിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്, കെമിസ്ട്രിയിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ, സ്ഥിരകാന്തങ്ങൾ ഏതാ? നിക്രോമാണോ, സ്റ്റീലാണോ, ടെങ്സ്റ്റൺ ആണോ, അൽ നിക്കോ ആണോ? ഇവരെല്ലാം ഒരു ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് അല്ലേ, മാറിപ്പോകുന്നത്. അപ്പോൾ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അൽ നിക്കോ ആണ്. ആരാണ്? അൽ നിക്കോ ആണ്. ഓക്കെ, അതിൽ ആരൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഓക്കെ, അൽ നിക്കോ ആണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഓപ്ഷനിൽ നിക്രോം ഉണ്ടായിരുന്നു. നിക്രോം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് കോയിലുകൾ, ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ അലോയാണ് നിക്രോം. അപ്പോൾ സ്ഥിരകാന്തങ്ങൾ അൽ നിക്കോ, നിക്രോം ഹീറ്റിംഗ് കോയിൽ. ഇനി നിക്രോമിൽ ആരൊക്കെയുണ്ട്? നിക്രോം എന്ന് എഴുതുമ്പം തന്നെ നമുക്ക് ആരൊക്കെ കിട്ടും? നിക്കൽ, ക്രോമിയം, മാംഗനീസ്. ഇരുമ്പിനെ മറന്നു പോകരുത്. നിക്കൽ, ക്രോമിയം, മാംഗനീസ് നിക്രോം എന്നുള്ളതിൽ തന്നെ കിട്ടും. ആരും കൂടിയുണ്ട്? അയണും കൂടി ഉണ്ട്. അപ്പോൾ പാത്രങ്ങൾ, അടുത്തത് സ്റ്റീലിനെ പറ്റിയാണേ. പാത്രങ്ങൾ, വാഹന ഭാഗങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ അലോയാണ് ഏത്? സ്റ്റെയിൻലെസ് സ്റ്റീല്. അപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം, പാത്രത്തിലും വാഹന ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് കറ പിടിക്കും അല്ലേ? പാത്രത്തിലൊക്കെ പെട്ടെന്ന് കറ പിടിക്കും. കറ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെയിൻ ഓർത്ത് വയ്ക്കാം. സ്റ്റെയിൻ പിടിക്കുന്നത് നമുക്ക് ഇഷ്ടമാണോ? അല്ല, സ്റ്റെയിൻ കുറയ്ക്കാനേ നമുക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ സ്റ്റെയിൻ ലെസ്, അങ്ങനെ എന്താ പറയുക, മുറിച്ചൊന്ന് വെറുതെ വായിച്ചു നോക്കട്ടോ. സ്റ്റെയിൻ ലെസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, കറ കുറച്ചുള്ള. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റീലാണ് എന്തിനുപയോഗിക്കുന്നത്? പാത്രങ്ങൾ, വാഹന ഭാഗങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പാത്രം, വാഹന ഭാഗം ഏതാണ്? സ്റ്റെയിൻ ലെസ് സ്റ്റീൽ. അങ്ങനെ മുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നിക്രോം ഹീറ്റിംഗ് കോയിൽ, അൽ നിക്കോ സ്ഥിരകാന്തങ്ങൾ, പിന്നെ പാത്രങ്ങൾ, വാഹന ഭാഗങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ അലോയ് ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഓക്കെ, ഇതിൽ ലോഹങ്ങൾ ഏതൊക്കെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ? നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, പിന്നെ കാർബൺ. അപ്പം നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, മാംഗനീസ് ആയിരുന്നു ആര്? നിക്രോം. ഇവിടെ മാംഗനീസിനെ തട്ടി മാറ്റി ആര് കയറിയിട്ടുണ്ട്? കാർബൺ കയറിയിട്ട്. അപ്പം കാറും ഒരു വാഹനമാണല്ലോ. നമുക്കറിയാം വാഹന ഭാഗങ്ങളിൽ ആരുണ്ട്? സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഒരു വാഹനത്തിൻ്റെ പേര് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എന്തായാലും ഓർത്ത് വെച്ചേക്ക്. ആരാണ്? കാർബൺ ആണ്. പിന്നെ ഹീറ്റിംഗ് കോയിലിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി. വാഹനം, പാത്രമൊക്കെ എന്താ ചൂടാവൂലേ? അപ്പോൾ പാത്രമൊക്കെ അധികവും ചൂടായാലല്ലേ ഈ കറ പിടിക്കുന്നത്. അതേപോലെ വാഹനങ്ങളിലും ഉണ്ടാവും കറയൊക്കെ. അപ്പം എന്തോർത്ത് വയ്ക്കുക? ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ, അതായത് ഹീറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്രോമാണ്. നിക്രോമിൽ നിക്കൽ, ക്രോമിയം, മാംഗനീസ്, അയൺ ആണെന്നറിയാലോ. അപ്പോൾ ഇതിലെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടെന്ന് ഓർക്കുക. അതുകൊണ്ടാണ് അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിക്കല്, ക്രോമിയം, ഇരുമ്പ് അവിടെ ഉണ്ട്. മാംഗനീസ്, മാംഗോ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ആരാ വേണ്ടേ? കാറുള്ള വാക്കാണ് വേണ്ടത്. അപ്പോൾ കാർബൺ. ഓക്കെ, അൽ നിക്കോയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു അല്ലേ? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽ നിക്കോ ആണ്. ആരൊക്കെയുണ്ട്? പേര് തന്നെ ഉണ്ട്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയേണിനെ മറന്നു പോകരുത് കേട്ടോ. എല്ലാത്തിലും അയൺ ഉണ്ട്. നിക്രോമിൽ അയൺ ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അയൺ ഉണ്ട്, പിന്നെ അൽ നിക്കോയിലും അയൺ ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഒരു ചോദ്യമാണ്, ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അതൊന്ന് പഠിച്ചു വെച്ചേക്കൂ. ഓസ്കാർ ശില്പം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടാണിയം ആണ് കേട്ടോ. ബ്രിട്ടാണിയത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ടിന്ന്, ആൻറ്റിമണി, കോപ്പർ.
അപ്പം ഓസ്കാർ ശില്പമൊക്കെ ഉണ്ടാക്കാൻ എന്തായാലും നല്ല പൈസ വേണ്ടി വരും അല്ലേ. അപ്പോൾ ആൻറ്റിമണീനകത്ത് നിന്ന് മണി കണക്ട് ചെയ്ത് വെച്ചേക്കുക. ആൻറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ഓസ്കാർ ശില്പം ഒരു പെണ്ണിൻ്റെ പോലത്തെ അല്ലേ. അപ്പോൾ ആ ഒരു ആൻറ്റീൻ്റെ ചിത്രമാണെന്ന്, ഒരു ആൻറ്റീൻ്റെ ശില്പമാണെന്ന് വിചാരിക്കുക. ആൻറ്റി ഈ ശില്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാണ് ശേഖരിച്ചു വെച്ചേ? ചെമ്പ് കൊണ്ടുള്ളൊരു ടിന്നിനകത്താണ് ശേഖരിച്ചു വെച്ചേ. എന്നിട്ടാണ് ഈ ഓസ്കാർ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന കേട്ടോ. അപ്പം നമ്മൾ കഥയിൽ ആരൊക്കെ ഉണ്ട്? ഒരു ആൻറ്റി ഉണ്ട്, പൈസ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആൻറ്റിമണി എന്തിലാ? ഒരു ചെമ്പിൻ്റെ ടിന്നിൽ. അപ്പം ചെമ്പ് എന്ന് പറഞ്ഞാൽ കോപ്പർ, ടിന്നെന്ന് പറഞ്ഞാൽ ടിന്ന്. അപ്പം ബ്രിട്ടാനിയമാണ് എന്ത്? ഓസ്കാർ ശില്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. അതിൽ ആരൊക്കെ ഉണ്ട്? ആൻറ്റിമണിയുണ്ട്, പിന്നെ കോപ്പർ, ടിന്നുണ്ട്. ഓക്കെ, അടുത്തത് വിമാനഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ആണ് ഡ്യൂറാലുമിൻ. ഡ്യൂറാലുമിൻ. ഓക്കെ, അതിലടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാ? കോപ്പർ, അലൂമിനിയം, മഗ്നീഷ്യം, മാംഗനീസ്. അപ്പോൾ ഡ്യൂറാലുമിൻ അതിൽ നിന്ന് തന്നെ ആരൊക്കെ കിട്ടും? അലൂമിനിയം, മഗ്നീഷ്യം, മാംഗനീസ്, കോപ്പർ. അലൂമിനിയം, മഗ്നീഷ്യം, മാംഗനീസ്, കോപ്പർ. കോപ്പറാണ്, അയണിനെ കൊണ്ടുപോയി എഴുതണ്ട കേട്ടോ, കോപ്പർ. അടുത്തത് നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നൊരു സാധനമാണ് പിച്ചള. ഓക്കെ, പിച്ചള അത് ബ്രാസാണ്. അതിലടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് കോപ്പർ, സിങ്ക്. അപ്പോൾ പിച്ചള പാത്രങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ പാത്രമൊക്കെ കഴുകുക എന്തിലാ? സിങ്കിലിട്ടിട്ടല്ലേ കഴുകുക. അപ്പോൾ കോപ്പറും സിങ്കും. ഇനി ഇതേ കോപ്പറിൻ്റെ കൂടെ ടിന്നാണ് ചേരുന്നതെങ്കിൽ ആൾ മാറി, ബ്രോൺസായി. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ഓടാണ് കേട്ടോ. ഇവിടെ ഓടിൽ നിന്ന് എഴുതിയോണ്ടാണ് ഇവിടെ ഓടിന്ന് വന്നത് കേട്ടോ. ഓടാണ് ആര്? ബ്രോൺസ്. അപ്പോൾ കോപ്പർ, സിങ്ക്. സിങ്കിലിട്ടിട്ടാണ് നമ്മൾ പിച്ചള പാത്രങ്ങൾ കഴുകുക. അപ്പോൾ പിച്ചള ഈസ് ഈക്വൽ ടു കോപ്പർ, സിങ്ക്. ഇനി കോപ്പറിൻ്റെ കൂടെ ടിന്നാണ് വരുന്നത് എങ്കിൽ ഓട്, ഓട്. ഓക്കെ, അപ്പോൾ ഈ കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും കൂടെ ആര് വരുന്നുണ്ടായിരുന്നു? ആൻറ്റിമണി വന്നപ്പോൾ ആണ് ആര് വന്നത്? നമ്മുടെ ആൻറ്റിമണി വന്നപ്പോൾ ആര് വന്നു? ബ്രിട്ടാനിയമായിട്ട് മാറി കേട്ടോ, ബ്രിട്ടാനിയം. ഇനി നോക്കിക്കേ, ഈ മേലെ പറഞ്ഞ കോപ്പർ, ടിന്ന്, സിങ്ക്, ഈ മൂന്നാളുകളും കൂടി ചേർന്ന് വരുന്ന ഒരു സാധനമുണ്ട്. അതേതാ? ഗൺമെറ്റൽ. അപ്പോൾ ഗൺമെറ്റൽ വന്നാൽ നമ്മൾ ഓടുകയല്ലേ ചെയ്യുക. ഗൺമെറ്റൽ വന്നാൽ ഓടിക്കോ എന്ന് പറയില്ലേ? വെറുതെ ഇതാ ഇവിടെ ഒരു ഓടി ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് മനസ്സിലാവും ഗൺമെറ്റലിൻ്റെ അകത്ത് കോപ്പറും ടിന്നും ഉണ്ട്, പിന്നെ സിങ്കും ഉണ്ട്. ഗൺമെറ്റലിൽ സിങ്കും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു കേട്ടോ. അൽ നിക്കോൽ ആരൊക്കെയാണുള്ളത്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ ഇരുമ്പ്. ഓക്കെ, അലൂമിനിയം എവിടെയായിരുന്നു പഠിച്ചത്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. അൽ നിക്കോയിൽ അത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ക്രോമിയം, നിക്രോം ആണെങ്കിൽ ആരൊക്കെ ഉണ്ട്? ക്രോമിയം എന്ന് അറിയാതെ പറഞ്ഞു ഇതാണ്. നിക്രോമിൽ ആരൊക്കെ ഉണ്ട്? ഹീറ്റിംഗ് ഓയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് നിക്രോം. നിക്കൽ, ക്രോമിയം, മാംഗനീസ്, അയേണ്. ഓക്കെ, ഇനി മാംഗനീസ് മാറി അവിടെ കാർബൺ വന്നാൽ അവിടെ ആരായി? സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയി. ഇനി ബ്രിട്ടാനിയം പഠിച്ചു. ബ്രിട്ടാനിയം എന്ന് പറഞ്ഞാൽ ടിന്ന്, കോപ്പർ, ആൻറ്റിമണി. ഇനി കോപ്പറും സിങ്കും ആണെങ്കിൽ പിച്ചള, കോപ്പറും ടിന്നും ആണെങ്കിൽ ഓട്, കോപ്പറും ടിന്നും സിങ്കും ആണെങ്കിൽ ഗൺമെറ്റൽ. ഗൺമെറ്റൽ. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എത്തനോളാണ്. അതാണ് ഇന്ന് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. വുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മെത്തനോളാണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? കുറച്ച് ലോഹസങ്കരങ്ങളെ, പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങളെയും നമ്മൾ നോക്കി. ഇനി നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് ബയോളജി ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് വന്നോ? എല്ലാവരും ശരിയായ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിവേ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.